പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായി കർഷക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രണ്ടാമതായി പ്രധാനമന്ത്രി ആവാസ് യോജന ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. കർഷകരെല്ലാം കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അത് ചെയ്തില്ലെങ്കിൽ PM കിസാൻ സമ്മാൻ നിധി കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നവർ തന്നെ ഇപ്പോൾ പറയുന്നു ഇനി അഗ്രിസ്റ്റാക്കിൽ കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന്. എന്തൊരു കഷ്ടമാണ് അല്ലേ? കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അത് മതി എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. രണ്ടും സർക്കാരിൻ്റെ അല്ലേ, ഏതെങ്കിലും ഒന്നിൽ രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. PM കിസാൻ തുടങ്ങുന്ന കാലത്ത് പറഞ്ഞതുപോലെ ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്നവരുമുണ്ട്. എങ്ങനെ ചിന്തിച്ചാലും എന്താണ് സത്യമെന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് അഗ്രിസ്റ്റാക്ക് എന്നെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ഒരു കർഷകനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കതിർ ആപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അത് സംസ്ഥാന സർക്കാരിൻ്റെ ആപ്പാണെന്നും അത് സംസ്ഥാനത്തെ കാർഷിക പദ്ധതികളുമായി ബന്ധപ്പെട്ടതാണെന്നും. അന്ന് കതിർ ആപ്പിനെയും PM കിസാനെയും ബന്ധപ്പെടുത്തി പറഞ്ഞവരെല്ലാം ഇപ്പോൾ തിരുത്തി പറയുന്നു എന്നതിൽ സന്തോഷം. കതിർ ആപ്പിലും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക പദ്ധതികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് അത് ആവശ്യമാണ്. പക്ഷേ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ PM കിസാൻ മുടങ്ങും എന്ന് പറയുന്നതാണ് തെറ്റ്. PM കിസാൻ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ അർഹരായ എല്ലാ കർഷകർക്കും കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമാണ്. 2000 രൂപ വീതമുള്ള 3 ഗഡുക്കളായി വർഷത്തിൽ 6000 രൂപ ഓരോ കർഷകന്റെയും അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതി കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കിട്ടില്ലെന്ന് പറയുന്നത് തന്നെ എത്ര വലിയ മണ്ടത്തരമാണ്. പക്ഷേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറയുന്ന അഗ്രിസ്റ്റാക്ക് അതുപോലെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഭാരതത്തിലെ മുഴുവൻ കർഷകരുടെയും കാർഷിക വിവരങ്ങൾ സംസ്ഥാന സർക്കാരുകളിലൂടെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അഗ്രിസ്റ്റാക്ക് 2021 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും ലോഞ്ച് ചെയ്തത് 2024 ജൂലൈ മാസത്തിലാണ്. ഏതാണ്ട് 1 വർഷമാകാൻ പോകുന്നു. അന്നു മുതൽ തന്നെ സംസ്ഥാന സർക്കാരുകളോട് രജിസ്ട്രേഷൻ നടപടികൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കർഷകരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് അത് നടന്നിരുന്നില്ല. പക്ഷേ അഗ്രിസ്റ്റാക്കിലേക്ക് രജിസ്ട്രേഷൻ നടത്താതിരിക്കാൻ കഴിയില്ല എന്ന ഘട്ടത്തിലായപ്പോഴാണ് കേരളത്തിൽ കൃഷിഭവനുകൾ വഴി രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. കാർഷിക മേഖലയെ ആകെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അഗ്രിസ്റ്റാക്ക്. ഇത് കർഷകന്റെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കർഷക ഐഡികളെ ഭൂരേഖയുമായി സംയോജിപ്പിക്കുന്നു. കാർഷിക ഭക്ഷ്യ മൂല്യ ശൃംഖലകളിലുടനീളം end-to-end സേവനങ്ങൾ നൽകുന്നതിനായി കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമായ അഗ്രിസ്റ്റാക്ക് സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ ഡാറ്റാബേസുകളുടെയും ഒരു ശേഖരമാണ്. അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു തിരിച്ചറിയൽ കാർഡ് അഥവാ കർഷക ID ഓരോ കർഷകനും ലഭിക്കും. അതിൽ വ്യക്തിഗത വിവരങ്ങൾ, ഉൽപാദനക്ഷമത, സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും. ആനുകൂല്യങ്ങളായാലും സബ്സിഡികളായാലും ഓരോ കർഷകന്റെയും ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്നതിനോടൊപ്പം അത് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനും അഗ്രിസ്റ്റാക്കിലൂടെ കഴിയും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വായ്പയെക്കുറിച്ചുള്ള വിവരങ്ങളായാലും കീടബാധയെക്കുറിച്ചായാലും വില വിവരങ്ങളെക്കുറിച്ചാണെങ്കിലും വിളവിനെ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും എല്ലാം ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അഗ്രിസ്റ്റാക്ക് കാർഷിക മേഖലയിലെ നവീകരണത്തെയും നിക്ഷേപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള വിളകളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വഴിതെളിക്കും. ഇന്ത്യൻ കൃഷിയെ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു ഡിജിറ്റൽ ഡ്രൈവാണ് അഗ്രിസ്റ്റാക്ക് എന്ന് വിശേഷിപ്പിക്കാം. കൃഷിയിടം ഒരുക്കുന്ന രീതി മെച്ചപ്പെടുത്തുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, സബ്സിഡികൾ മുതലായ കേന്ദ്ര സർക്കാർ സേവനങ്ങൾ കർഷകർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയ പ്രധാന ലക്ഷ്യങ്ങളാണ് അഗ്രിസ്റ്റാക്കിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. 2025 ഫെബ്രുവരി 24 PM കിസാന്റെ ഗഡു അവസാനമായി ലഭിച്ചത്. അടുത്ത ഗഡു ജൂൺ മാസത്തിലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും പ്രവചിക്കുന്നതും. കൃത്യമായ തീയതി പ്രധാനമന്ത്രി അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ഗഡുവാണ് വരാനിരിക്കുന്നത്.
അത് ഈ കാലയളവിലെ ഏത് ദിവസത്തിൽ വേണമെങ്കിലും ആകാം. അത് മറ്റാർക്കും പ്രവചിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. ജൂൺ മാസത്തിൽ വന്നിട്ടില്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ഉറപ്പായും പ്രതീക്ഷിക്കാം. അപ്പോൾ കിസാൻ സമ്മാൻ നിധി ലഭിച്ചുകൊണ്ടിരിക്കുന്നവരായാലും, ഫസൽ ബീമ യോജന ലഭിച്ചുകൊണ്ടിരിക്കുന്നവരായാലും, സബ്സിഡികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരായാലും, ഇനി ഇതൊന്നുമില്ലെങ്കിലും ഒരു കർഷകനാണെങ്കിൽ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എല്ലാവർക്കും കർഷക ID ആയിക്കഴിഞ്ഞ് ഏത് കാർഷിക പദ്ധതി കിട്ടണമെങ്കിലും കർഷക ID വേണമെന്ന സാഹചര്യം വന്നേക്കാം എന്നുള്ളതുകൊണ്ട് ഈ അവസരം ആരും നഷ്ടപ്പെടുത്തരുത്. അഗ്രിസ്റ്റാക്കിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31 തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം 2 മാസത്തോളം സമയമുണ്ട്. അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ കർഷകന് പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ, വിളകളെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, മണ്ണിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ അറിയാൻ കഴിയുന്നതാണ്. കൃഷിഭവനുകളിൽ സൗജന്യമായി രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും. വേണ്ടത് കരമടച്ച റെസീറ്റ്, ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ, ആധാർ കാർഡ് തുടങ്ങിയവയാണ്. AI ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക പരിഹാരങ്ങൾ സാധ്യമാകുന്നതിനോടൊപ്പം ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളകളെ നിരീക്ഷിക്കാനും കഴിയും. വിളകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ വിളവെടുപ്പിനെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പുകളും ലഭിക്കുന്നു. കൃഷി ഇറക്കുന്നതിന് എങ്ങനെ ഭൂമി ഒരുക്കണമെന്നും, എങ്ങനെ കീടനാശിനി ഉപയോഗിക്കണമെന്നും, എങ്ങനെ ജലവിതരണം നടത്തണമെന്നും, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നുമെല്ലാം അഗ്രിസ്റ്റാക്കിലൂടെ അറിയാൻ കഴിയുന്നു. അപ്രകാരം കൃഷിയുടെ വിളവും ലാഭവും വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അഗ്രിസ്റ്റാക്ക് എന്നതുകൊണ്ട് എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്ത് കർഷക ID സ്വന്തമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നു. PMAY അഥവാ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആവാസ് പ്ലസ് 2024 സെൽഫ് സർവേ അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ അവസാന തീയതി ജൂൺ 6. മുൻപ് ഏപ്രിൽ 30 വരെയായിരുന്നു. അത് നീട്ടി മെയ് 15 വരെയാക്കിയിരുന്നു. അർഹതപ്പെട്ട ആർക്കും അവസരം നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ അത് വീണ്ടും ജൂൺ 6 വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി നീട്ടിക്കിട്ടുമോ സമയം എന്ന് പറയാൻ കഴിയില്ല. കാരണം പരമാവധി സമയം തന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല. ഈ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈഫ് പദ്ധതി മാത്രമാണ് ആശ്രമമായിട്ടുള്ളത് എന്നതുകൊണ്ട് അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് സെൽഫ് സർവേ ചെയ്യേണ്ടതാണ്. സെൽഫ് സർവേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണാവുന്നതാണ്. സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കാണുക. ആ വീഡിയോയിൽ അവസാന ഡേറ്റ് മെയ് 15 പറയുന്നുണ്ടാവും. മെയ് 15 അല്ല, ജൂൺ 6. അതുപോലെ തൊഴിലുറപ്പ് ജോബ് കാർഡ് നിർബന്ധമാണ്. അതില്ലാത്തവർ കുടുംബത്തിലെ ജോബ് കാർഡ് ഉള്ളവരുടെ പേരിൽ അപേക്ഷിച്ചാൽ മതി. ജോബ് കാർഡ് നമ്പർ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കാണാവുന്നതാണ്. ഓർക്കുക, ജൂൺ 6 ലാസ്റ്റ് ഡേറ്റ്. 10 വേർഷന് മുകളിലുള്ള ഫോൺ ഉപയോഗിച്ച് മാത്രമേ സർവേ ചെയ്യാൻ കഴിയുകയുള്ളൂ. 2 ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ആധാർ ഫേസ് ID ആപ്പ്, 2 ആവാസ് പ്ലസ് 2024. മറ്റൊരു കാര്യമുണ്ട്, ആവാസ് യോജന 2 വിധത്തിലുണ്ട്. ഒന്ന് ആവാസ് യോജന ഗ്രാമീൺ, 2 ആവാസ് യോജന അർബൻ. ആവാസ് യോജന ഗ്രാമീൺ അതായത് ഗ്രാമപഞ്ചായത്ത് മേഖലകളിൽ താമസിക്കുന്നവരാണ് ആവാസ് പ്ലസ് ആപ്പിലൂടെ സെൽഫ് സർവേ ചെയ്യേണ്ടത്. അതും ലൈഫ് ലിസ്റ്റിൽ പേരില്ലാത്തവർ മാത്രം ചെയ്താൽ മതി. രണ്ടാമത്തേത് ആവാസ് യോജന അർബൻ. അത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മേഖലകളിലുള്ളവർക്കാണ്. അവർ PMAY അർബൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. അതിനുള്ള വീഡിയോയും ചാനലിലുണ്ട്, അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.